അതൃപ്തിയിൽ നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം. സുധാകരനുമായി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും അതൃപ്തിയിൽ നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അനുനയ ചർച്ചകളൊക്കെ ഫലം കാണും. തീർച്ചയായിട്ടും നിലവിൽ കണ്ണൂരിൽ തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്തതിൽ വലിയ അതൃപ്തിയിലാണ് കണ്ണൂർ MP കൂടിയായിട്ടുള്ള മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരനുള്ളത്. അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ സുധാകരനെ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയായി നിന്നത് കെ സുധാകരന് മാത്രം MP-മാരിൽ അങ്ങനെ ഒരു ഇളവ് നൽകിയാൽ കൂടുതൽ MP-മാർ അവകാശവാദവുമായി രംഗത്ത് വരുമെന്ന പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തി. അത് ഇന്നലെ തന്നെ കെ സുധാകരനെ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ സുധാകരനെയും നേരത്തെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മറ്റൊരു MP എന്ന് പറയുന്ന UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശാണ്. അദ്ദേഹത്തെയും ഇക്കാര്യം നേരിട്ട് അറിയിച്ചിരുന്നു. ഹൈക്കമാൻഡ് വൃത്തങ്ങളും അറിയിച്ചു. ഇന്ന് KC വേണുഗോപാൽ കെ സുധാകരനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ MP-മാർക്ക് മത്സര അനുമതി നൽകുന്നില്ല എന്നൊരു സൂചന അദ്ദേഹത്തിന് നൽകി. പിന്നാലെയാണ് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് കണ്ണൂരിലെ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂരിലെത്തിയ കെ സുധാകരൻ കണ്ണൂരിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വൈകാരികമായി കുറിപ്പിട്ടിരുന്നു. കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും കള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരനെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല തുടങ്ങി അങ്ങനെയുള്ള വരികളിൽ കണ്ണൂർ ഹൃദയരക്തം ഇറ്റിവിയുടെ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് തുടങ്ങിയ വരികളാണ് കെ സുധാകരന്റെ ആ ഒരു വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉള്ളത്. അങ്ങനെ കെ സുധാകരൻ അത് ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് പിന്നാലെ വലിയ തോതിൽ ചർച്ചയായി. അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിന്റെ അണികൾ ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തു. MP എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നത് പിന്നീട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്നുള്ള സൂചനകളുമായി പ്രവർത്തകർ രംഗത്ത് വന്നു. അതേസമയം കെ സുധാകരനെ അനുകൂലിക്കുന്നവർ, പ്രത്യേകിച്ച് റിജിൽ മാക്കുറ്റിയെ പോലുള്ള നേതാക്കളെല്ലാം തന്നെ കെ സുധാകരന്റെ കണ്ണൂരിലെ നടലിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തി അദ്ദേഹത്തിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു ഘട്ടത്തിൽ പുനരാലോചന നടത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കമാൻഡിൽ നിന്നുള്ള വിളി കെ സുധാകരൻ എത്തിയത്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ്. അങ്ങനെ കെ സുധാകരൻ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കെ സുധാകരൻ ചർച്ച നടത്തും. ആ ഒരു ചർച്ചയിൽ കെ സുധാകരന്റെ ഈ അതൃപ്തി മഞ്ഞുരുകുമോ എന്നുള്ളത് കണ്ടറിയണം. ശരി, വ്യക്തമാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.